ശ്രീകൃഷ്ണ അവതാരത്തിലെ 7ാം ഭാഗമാണ് ഇന്നത്തെ വായന. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണു ചിഹ്നങ്ങളെല്ലാം ഒത്തകിലേശന്താനും കൃഷ്ണനായേവമവതീർണനായതു കാലം ഋക്ഷേശൻ കലാപരിപൂർണനായുദിച്ചുടൻ ഒക്കവേ ജഗൽ പ്രശോഭ വർഷിച്ചിടും വണ്ണം പക്ഷീന്ദ്രധ്വജനുടെ ലക്ഷണപ്രഭയാലേ തൽക്ഷണം ശോഭിച്ചിതു സൂതികാലയം തുലോം. അക്ഷണം വസുദേവർ വന്നു നോക്കിയിടും നേരം ഭക്തവത്സലൻ തന്നെ കണ്ടു വിസ്മയം പൂണ്ടാൻ. പുഷ്കരസഖബിംബം പുഷ്കരസഖ്യം ചേർന്ന് നിഷ്കളാഭയാ പരിവ്യക്തമായി നിൽക്കും പോലെ ഭക്തന്മാരുടെ മനപത്മങ്ങൾ തോറും ബഹുസഖ്യഭാവാകാകൃതി തേടിന കിരീടവും സ്നിഗ്ധകേശവും അളിപോത സങ്കുലം നിരന്ന് ഒത്തതുപോലെ വിളങ്ങിടിനോരളകവും പത്മാരി പ്രഥമ പൂർണാധിപാകാരച്ചവിജിൽ ഹാലമധ്യോർദ്ര പുണ്ട്രഞ്ച കൽജഗത്രയ രക്ഷാകൃത്യോദ്യ ദിഗ്ഭ്രൂവല്ലരികളും കൃപാലക്ഷണാനിര പത്മപത്രലോചനങ്ങളും വജ്രപുഷ്പത്തോടെതിരിട്ടു പോർജയിച്ചിടും ഉച്ഛൃതനാസാഗ്ര സമ്മുഗ്ധ വീക്ഷണങ്ങളും രത്നദർപ്പണജിതകണ്ഠ മണ്ഡലങ്ങളിൽ നിത്യനിർമ്മിത മകരക്കുഴലിണകളും ദന്തപങ്ക്തിയും മൃദുഹാസവും അധരവും അന്തർമോദേന വിലങ്ങിടിന മുഖാബ്ജവും ശംഖസംമിതകളരാജിതമണികളും പങ്കജമകൾ കരകങ്കണരുചികളും ശംഖചക്രാബ്ജ ഗദാധ്യായുധ ചതുർഭുജ ചക്രകേയൂര വലയാങ്കുലീയോദ്യോതവും വക്ഷസി മുക്താഹാര കൗസ്തുഭ വനമാലാലക്ഷ്മീ മന്ദിര ഭൃഗുപാദലക്ഷണങ്ങളും പത്മജാണ്ഡങ്ങൾ അഖിലങ്ങളും ധരിച്ചുകൊണ്ട് എത്രയും മനോഹരമുദര രോമാളിയും മധ്യദേശവും ചതുരാനന നിവാസിത പത്മനാഭിയും പീതവസ്ത്രവും ഉടഞ്ഞാണും ഋത്തുടകളും വേദാന്താർത്ഥങ്ങൾ അന്വേഷിച്ചാൽ എത്തുവാനരുതാത പാദപങ്കജങ്ങളും കൃഷ്ണവർണ്ണവും കാമസൗഭഗമായ വിഷ്ണുമൂർത്തിയെ തൻ്റെ പുത്രനായി കണ്ടുമുണ്ടായോരു ചിത്താനന്ദാബ്ദൗ വീണ് മജ്ജനം കൃത്വാ ശീഘ്രം ഉദ്ധായ യദുകുലസത്തമൻ വസുദേവൻ ഭക്തി പൂണ്ടപ്പോൾ കണ്ട ദിവ്യഭൂസുരന്മാർക്ക് സത്തരമൊരു 10,000 പശുക്കളെ പുഷ്കരസമന്ദാനം ചെയ്ത് തൽഭയം തീർന്ന് മുക്തി തുല്യാനന്ദനായുത്തമ ശ്ലോകൻ തൻ്റെ പാദധാരിണ കൂപ്പി സ്തുതിച്ചു നമസ്കരിച്ചും ആദരാലഖിലേശൻ തന്നോടു ചൊല്ലിടിനാൻ. കാരുണ്യാംബുദേ തവ കാരുണ്യവശാൽ മായാകാരണ സ്വരൂപനാം നിന്തിരുവടി തന്നെ കാണായ മൂലം മഹാഭാഗ്യവാനായേനഹം ദീനവത്സല പ്രഭോ സന്തതം നമോ നമഃ. കേവലം തവ മഹാമായ വൈഭവം പാർത്താൽ ആവതല്ലൊരുവർക്കും അറിവാനെന്നാകിലും ദേവദേവേശാം മായാതീതനാം നിരാകുല ഭാവിയാ നിങ്കൽ നിന്ന് ഉണ്ടാകിയ ജഗന്മയീ മാനസാനന്ദകരനായി നീ അവൾ തന്നെ സാനന്ദം മറഞ്ഞു നിന്ന് അവളെ കൊണ്ടു നിത്യം വ്യാപരിപ്പിക്കും കർമ്മഭേദങ്ങൾക്കെല്ലാം
അനുരൂപഭാവേന സകലാത്മസൗകര്യായ നീയൊഴിഞ്ഞേതും ജഗത്തിങ്കിലില്ല നാരദം. തോയജോത്ഭവാണ്ടങ്ങളകിലമുള്ളിൽ ചേർത്തുമീ വീടും വിരാൽപുമാനായി അഖിലാണ്ടങ്ങൾക്കും ജീവനായ അന്തർബഹിർവ്യാപ്തമായി മഹാംബുധവും നീളെ വീണാഴും കലശങ്ങളിലെല്ലാം ചെമ്മീം മേളമായി നിറഞ്ഞിഴും വഴിഞ്ഞ പരിപൂർണ വാരിധി ജലം പോലെ പൂരിത ചരാചര കാരണാം സ്വയം തവ മായയാ വിരചിച്ചും രാജസത്തിങ്കൽ നിന്നുണ്ടായിതു ചതുർമുഖൻ ചേതസാ ജഗൽ സൃഷ്ടി ചെയ്വതിനായിക്കൊണ്ടതും പാലനത്തിന് സത്വഗുണമാശ്രയിച്ച് എല്ലാ കാലവും അഖില ജന്തുക്കൾക്കും അനുകൂല ഭേദഭാവങ്ങൾ കലർന്ന് അൻപിഴും വിശുംബരാകാര വിഗ്രഹം ധരിച്ചിങ്ങനെ കാണായതും മേലിലൊക്കെയും ഒടുക്കിയിടുവാൻ തമോ ഗുണങ്ങളാലംബിച്ചും അദ്രിസുധാകാന്തനായി ഭവിച്ചതും കാലദേശത്താലുള്ള കാലുഷ്യമൊഴിച്ച് സൽപാലനം ചെയ്യുവാനായിക്കൊണ്ടെന്നുടെ ഗൃഹത്തിങ്കൽ ദേവകീ തനയനായി അവതാരം ചെയ്ത ദേവദേവേശനായ നിന്തിരുവടിയല്ലോ. നിന്തിരുവടിയുടെ മായാവൈഭവം മേന്മേൽ എന്തറിവത് തുലോങ്ങന്ധനായുള്ളോരു ഞാൻ. ബിന്ദുവത്സലാകിടന്നുഴലുമടിയനെ സന്തതം കരുണയാ രക്ഷിച്ചുകൊള്ളേണമേ. ബിന്ദുപുത്രാർത്ഥാലയ ഭാര്യാദിശ്രമങ്ങളം അന്ധകൂപത്തിൽ കിടന്നിത്ര നാളുണ്ടിങ്ങനെ ജന്തുധർമ്മത്തെ പൂണ്ടു ജനിച്ചും മരിച്ചും ഞാൻ അന്തസ്ഥാപേന വലഞ്ഞിടുന്നു മായാവശാൽ. സന്തതമിനിയതു മാറ്റിവെച്ച ഗതിയും ചെന്തളിരടിയിണയിങ്കൽ നിന്നിളകാതെ നിന്തിരുവടിയുടെ ദാസനായരികെ നിന്ന് അന്തരാപായങ്ങൾ കൂടാതെ സേവിക്കാവൊരു ബന്ധമാകന്ത വരുത്തിയിടുവാൻ തവമായ ബന്ധവിഭ്രമങ്ങൾ തീർത്ത് ആത്മനി സദാകാലം സർവവും സമർപ്പിച്ചു ചേരുവാനരുളുക. സർവലോകാചാര്യനാം നിന്തിരുവടിനാഥാം സർവകാലവും നമസ്തുഭ്യമീ പാദാംബുജം. സർവസങ്കടം തീർത്തു പാലയ പ്രഭോ നിത്യം.